ഡിസൈനിൻ്റെ 5th മൊഡ്യൂളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയണത് എന്താ വെച്ചാൽ എന്താണ് കോഡ് ഒപ്റ്റിമൈസേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മളൊരു കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോഡ് എപ്പോഴും അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. അതിലെന്തെങ്കിലും ഒന്നുകിൽ എക്സിക്യൂഷൻ സ്പീഡിലോ അല്ലെങ്കിൽ മെമ്മറി സ്പേസിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും. പിന്നെ നമ്മൾ ഈ കോഡ് ഒപ്റ്റിമൈസേഷൻ മാനുവലായിട്ട് ചെയ്യുമ്പോൾ അത് അത്ര ടൈം വേസ്റ്റാണ്, അതുപോലെ തന്നെ എഫേർട്ട് വേസ്റ്റാണ്. പിന്നെ വേറെ കാര്യം മാനുവലായിട്ട് ചെയ്യാത്തത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും അഡ്രസ്സസും ഒന്നും ആർക്കറിയില്ല, അത് ചെയ്യുന്ന പ്രോഗ്രാമറിന് അറിയുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ മാനുവലായിട്ട് ചെയ്യാത്തത്. ഇനി ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിൽ നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ കോഡിൻ്റെ സ്ട്രക്ചർ യൂസിബിലിറ്റിയും അതുപോലെ തന്നെ മെയിൻറ്റെയിനബിലിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ എന്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ല, മീനിങ് ചേഞ്ച് ആവാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വേറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. അതുപോലെ തന്നെ കൊടുക്കുന്ന ഇൻപുട്ടിന് നമുക്ക് വേറെ എറേഴ്സൊന്നും വരാൻ പാടില്ല. ഇനി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുത്താലും അതൊക്കെ എന്തായിരിക്കണം, വൃത്തിയായിട്ടുള്ള സംഭവമായിരിക്കണം. എത്ര എഫേർട്ട് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്തുണ്ടാവണം, അതിൻ്റെ എഫിഷ്യൻസി കൂടുന്നുണ്ട്. അതായത് നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ കോഡിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക സ്ലോ ആവുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് 3 കോഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് സോഴ്സ് കോഡിൽ, പിന്നെ ഇൻ്റർമീഡിയറ്റ് കോഡിൽ, പിന്നെ ടാർഗറ്റ് കോഡിൽ. 3 കോഡിൽ നമുക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത്. അതായത് സോഴ്സ് കോഡിൽ നമുക്ക് എങ്ങനെ ഒപ്റ്റിമൈസേഷൻ ചെയ്യാം, ഒന്നുകിൽ പ്രൊഫൈൽ പ്രോഗ്രാം, അല്ലെങ്കിൽ അൽഗോരിതം ചേഞ്ച് ചെയ്തിട്ട്, ലൂപ്പ് ട്രാൻസ്ഫോം ചെയ്തിട്ട്, അങ്ങനെ 3 കാര്യത്തിലൂടെ നമുക്ക് സോഴ്സ് കോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇൻ്റർമീഡിയറ്റ് കോഡിൽ എങ്ങനെയാണ് ലൂപ്സ് ഇമ്പ്രൂവ് ചെയ്യാം, പ്രൊഡ്യൂസ് കോൾസ്, പിന്നെ അഡ്രസ് കാൽക്കുലേഷൻസ്. ഈ 3 വെച്ചിട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോഡ് ഒപ്റ്റിമൈസ് ചെയ്യാം. ഇനി ടാർഗറ്റ് കോഡ് എങ്ങനെയാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, പിന്നെ ഇൻസ്ട്രക്ഷൻസ് സെലക്ട് ചെയ്തിട്ട്, പീപ്പോൾ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ടൈപ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡൻറ്റും ഉണ്ട്, മെഷീൻ ഇൻഡിപെൻഡൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2 ഫേസസ് ആണുള്ളത്. 2 ഫേസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലോക്കൽ ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പോൾ ലോക്കൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒപ്റ്റിമൈസേഷൻ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു സെഗ്മെൻറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ആ സെഗ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ബ്ലോക്കിൽ അപ്ലൈ ചെയ്യുന്ന ഒപ്റ്റിമൈസേഷനാണ് ലോക്കൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ സീക്വൻഷ്യലായിട്ടുള്ള ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുന്നത് ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ ആണ്. അത് നമ്മൾ ഒരു ലാർജ് സെഗ്മെൻറ്റ് ഓഫ് കോഡിലാണ്, അതായത് ലൂപ്പിൽ, പ്രൊസീജിയേഴ്സിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ലോക്കൽ ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്. ഇനി എന്താണ് ബേസിക് ബ്ലോക്സ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ലോക്കൽ ഒപ്റ്റിമൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓരോ സെഗ്മെൻറ്റ്, ഒരു കോഡിൻ്റെ സെഗ്മെൻറ്റ് വെച്ചിട്ടാണ് ആ വിളിക്കുന്ന പേരാണ് ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ദ സീക്വൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് 3 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് മേ ബി എൻഡിയഡ് ഓൺലി അറ്റ് ദ ബിഗിനിങ്. അതായത് ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ന് പറയുന്നത് ഒരു ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ബ്ലോക്ക്, ഒരു പ്രോഗ്രാമിൽ ബേസിക് ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ലീഡർ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കണം. എന്താണ് ലീഡർ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? ലീഡർ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഇൻ ഇൻ്റർമീഡിയറ്റ് കോഡ്. അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ഫസ്റ്റ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണ് അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലീഡർ കോഡായിരിക്കും, ലീഡർ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. പിന്നെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ടാർഗറ്റ് ഓഫ് എ കണ്ടീഷണൽ ഓർ അൺകണ്ടീഷണൽ ജമ്പ്, അതും എന്തായിരിക്കും, ലീഡർ ആയിരിക്കും. പിന്നെ ഈ കണ്ടീഷണൽ അതുപോലെ അൺകണ്ടീഷണൽ ജമ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തായിരിക്കും, ലീഡർ ആയിരിക്കും. അപ്പോൾ 3 റൂൾസാണ് മെയിനായിട്ട് നമുക്ക് ലീഡർ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി എന്താണ് ഫ്ലോ ഗ്രാഫ്സ് നോക്കാം. ഫ്ലോ ഗ്രാഫ്സ് എന്ന് പറയുന്നത് പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കൺട്രോൾ ഫ്ലോ അനാലിസിസിൻ്റെ പ്രോഗ്രാം. ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു പ്രോഗ്രാമിലുള്ള കൺട്രോൾ ഫ്ലോൻ്റെ റെപ്രസെൻറ്റേഷനാണ് എന്തെന്ന് പറയുന്നത് ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, G=N, E, N0. അതിൽ N എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ബേസിക് ബ്ലോക്സ് ആണ്, E എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കൺട്രോൾ ഫ്ലോസ് ആണ്, N0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് നോഡ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഫ്ലോ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ലോക്കൽ ഒപ്റ്റിമൈസേഷനും ഉണ്ട്, ഗ്ലോബൽ ഒപ്റ്റിമൈസേഷനും ഉണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ലോക്കൽ ആവണമെങ്കിൽ എന്താ
അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ പെർഫോം ചെയ്യുന്നത് ഏതിലേക്കായിരിക്കണം, ആ ബേസിക് ബ്ലോക്സിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലായിരിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ലോക്കൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഗ്ലോബലായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ് ബേസിക് ബ്ലോക്സിലെ സ്റ്റേറ്റ്മെൻറ്റ്സിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ ഒപ്റ്റിമൈസേഷൻ, അല്ലെങ്കിൽ അതിനെ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ വിളിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യാനായിട്ട് മുന്നേ എന്ത് ചെയ്യണം, ലോക്കൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ടൈപ്പുള്ള ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഒന്ന് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ഉണ്ട്, മെഷീൻ ഡിപ്പെൻഡൻ്റ് ഉണ്ട്.